ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ഒരു ജ്യോതിഷ സംബന്ധമായ വിഷയം അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കാര്യമാണ്, ഇല്ലേ? ഇത് ജനകീയമാക്കി മാറ്റിയത് ആരാണ്? സ്വർണ്ണ കച്ചവടക്കാരാണ്. ഈ അക്ഷയ തൃതീയയെ ഒരു ജനകീയമാക്കി മാറ്റിയത് നമ്മുടെ ജ്വല്ലറിക്കാരാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മൂന്നാമത്തെ തൃതീയാണ് അക്ഷയ തൃതീയ. ഏതാണ്? വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മൂന്നാമത്തെ തിഥി അക്ഷയ തൃതീയാണ്. അക്ഷയം എന്ന് പറഞ്ഞാൽ തന്നെ, അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ തന്നെ അക്ഷയം എന്ന് പറയുന്നതാണ് ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം, അല്ലേ? അക്ഷയം ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം. ഇപ്പൊ സ്വർണം വാങ്ങിയാൽ ആ കൊല്ലം മുഴുവനും ഐശ്വര്യം വരുമെന്നാണ് പലരുടെയും വിശ്വാസം. അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങിയാൽ ആ കൊല്ലം മുഴുവനും അവർക്ക് സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ ഐശ്വര്യം വന്ന് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാനോ സാധിക്കും എന്നാണ് ചിലരുടെ വിശ്വാസം. വിശ്വാസമാണല്ലോ എല്ലാവർക്കും വലുത്, ഇല്ലേ? അവരവരുടെ വിശ്വാസമാണ് അവരവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസമാണ് ശരിക്കു പറയാൻ. അല്ല, സ്വർണം വാങ്ങേണ്ട ദിവസമാണെന്ന് ജ്യോതിഷപരമായ ഒരു ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് വിചാരിച്ച് അന്ന് സ്വർണം വാങ്ങിയാൽ തെറ്റൊന്നുമില്ല. സ്വർണം വാങ്ങിയാൽ നല്ലതാണ്. സ്വർണം എപ്പോൾ വേണമെങ്കിലും വാങ്ങാമല്ലോ. അത് നല്ല കാരണം തന്നെയാണ്. കാരണം സ്വർണം ഒരു മുതൽക്കൂട്ടാണ്, ഇല്ലേ? ഒരു സമ്പത്താണ്. അപ്പൊ ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. അതിനാണ് ജ്യോതിഷപരമായിട്ട് കൂടുതൽ മുൻതൂക്കം പറയുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്താൽ നമ്മൾക്ക് ശ്രേയസ് ഉണ്ടാകും. ആ ദാനം കൊടുക്കുന്ന വ്യക്തിക്ക് ശ്രേയസ് ഉണ്ടാവും. ദാനം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിനും ശ്രേയസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് അക്ഷയ തൃതീയ ആചരിക്കുന്നത്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ആചരിക്കുന്നത്. സൂര്യചന്ദ്രന്മാർ ഉച്ചരാശിയിൽ വരുന്ന ദിവസമാണ്. സൂര്യചന്ദ്രന്മാർ ഉച്ചരാശിയിൽ വരുന്നതാണ് ഈ അക്ഷയ തൃതീയക്കാണ് സൂര്യചന്ദ്രന്മാർ ഉച്ചരാശിയിൽ വരുന്നത്. അത് കൂടാതെ കൃഷ്ണന് കുചേരൻ അവിൽപ്പൊതി കൊടുത്തതും അന്നാണെന്നാണ് വിശ്വാസം. കൃഷ്ണന് കുചേലൻ അവിൽപ്പൊതി കൊടുത്ത് കുചേലൻ സമ്പന്നനായ ദിവസം ഈ അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ 6ാം അവതാരമായ പരശുരാമന്റെ ജയന്തിയും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. കൃഷ്ണന്റെ 6ാം അവതാരം പരശുരാമൻ, അന്നാണ് പരശുരാമന്റെ ജയന്തി. ശങ്കരാചാര്യര് കനകധാര സ്തോത്രം ചൊല്ലി അതിലൂടെ സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചതും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഈ ശങ്കരാചാര്യര് കനകധാര സ്തോത്രം ചൊല്ലി സ്വർണ്ണ നെല്ലിക്ക വൃദ്ധയായ ഒരു സ്ത്രീക്ക് കൊടുത്ത കഥകളൊക്കെ ഉണ്ട്, ഇല്ലേ? അപ്പൊ അത് ഈ അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടന്നതും അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. അപ്പൊ പാഞ്ചാലിക്ക് കൃഷ്ണൻ ഇങ്ങനെ നിർബാധം വസ്ത്രം അയച്ചു കൊടുത്ത് പാഞ്ചാലിയെ ആ വസ്ത്രാക്ഷേപത്തിൽ നിന്നും രക്ഷിച്ചത് ഈ അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. ഗംഗാദേവി ഭൂമിയിൽ വന്നത് അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയുന്നുണ്ട്. ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയുന്നുണ്ട്. വേദവ്യാസൻ മഹാഭാരതം തുടങ്ങിയത് ഈ അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. പാണ്ഡവർക്ക് അക്ഷയപാത്രം കിട്ടിയത് അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. പാണ്ഡവർക്ക്
അക്ഷയപാത്രം, അവർക്ക് അക്ഷയപാത്രം കിട്ടിയെന്നല്ലേ പറയുന്നത്. അത് അക്ഷയ തൃതീയ ദിവസമാണ്. അപ്പൊ എന്താണെങ്കിലും അക്ഷയ തൃതീയ ഒരു നല്ല ദിവസം തന്നെയാണ്, ഇല്ലേ? സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വർണം വാങ്ങാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം. എല്ലാനും ശ്രേയസ്കരമായ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ഷയ തൃതീയ ഇത്രയും ജനകീയമാറ്റി മാറ്റിയതിൽ മുഖ്യ പങ്ക് സ്വർണ്ണ കച്ചവടക്കാരാണ്. ഇന്ന് സ്വർണ്ണ കച്ചവടക്കാർ മാത്രമല്ല കേട്ടാ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്, പാത്ര കച്ചവടക്കാർ വരെ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നു. അതേപോലെ ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചർ സ്ഥാപനങ്ങൾ, ഇവര് വരെ അക്ഷയ തൃതീയ ആഘോഷിക്കുകയാണ്. കാരണം അന്ന് ഗൃഹോപകരണങ്ങൾ വാങ്ങിയാൽ അന്ന് വീട്ടിലേക്ക് കട്ടില്, മേശ, കസേര അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ ഇതെല്ലാം ആ വർഷം മുഴുവനും ഇവർക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ പാത്രക്കച്ചവടക്കാർ, ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, ഇതെല്ലാം ഇപ്പൊ അക്ഷയ തൃതീയായിട്ട് ബന്ധപ്പെട്ട് പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാനും നല്ലതിന് തന്നെയാണ്, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ, കാശുണ്ടാവണമെന്ന് മാത്രം. അപ്പൊ ശരിക്കും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ദാനധർമ്മത്തിന്റെ ദിവസമാണ്. വിശന്നു വലയുന്നവർക്ക് ആഹാരം, ദാഹജലം, വസ്ത്രദാനം, ദാനധർമ്മങ്ങൾ, ഇതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഇതാണ് ചെയ്യേണ്ടത്. ഈ ദിവസത്തിൽ ഇതെല്ലാം ചെയ്താൽ ശ്രേയസ്കരമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ വിഷയം, ഈ അക്ഷയ തൃതീയ എന്ന വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.